ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 3G വണ്ടി ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈനറൊക്കെ കമ്പനി ലൈനറുണ്ട്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കുന്നത്. അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ലൈനർ വീലിൻ്റെ ഭാഗമൊക്കെ പേപ്പറിട്ട് പിടിച്ചൊന്ന് ക്ലീൻ ആക്കി ആ പൊടിയൊക്കെ കളഞ്ഞ് റീസെറ്റ് ആക്കി അത് ഓക്കെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ഓൾറെഡി നമുക്ക് നല്ല ഫിൽറ്ററാണ്, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി ഇട്ടാൽ മതി. ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ എയർ ഫിൽറ്റർ തന്നെ അതുമ്മ കിടക്കുന്നത് കേട്ടോ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ വേറെ പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലാണത്, അതിനും നിലവിൽ പ്രശ്നമൊന്നുമില്ല. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലും വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിയത്തെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് ആ വന്നൊരു യൂണിറ്റാണത്. ഓട്ടോ ക്ലച്ചിൻ്റെ CVT ക്ലച്ചിൻ്റെ മെയിൻ പാർട്ടുകളാണ് ഈ 2 യൂണിറ്റ്. അപ്പോൾ അത് രണ്ടും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇതൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇതതിൻ്റെ പിനിയൻ സ്റ്റാർട്ടർ എന്ന് പറയുന്ന യൂണിറ്റാണ്, അതായത് ബെൻഡെക്സ് എന്നും പറയും. അതിൻ്റെ വർക്കിങ്ങും സാറ്റിസ്ഫൈഡ് ആണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ മെയിനായിട്ട് വേറെ വന്ന ഒരു പാർട്ടാണത്, വെയിറ്റ് സെറ്റ് യൂണിറ്റൊക്കെ വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് കിടന്ന് വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് വളരെ ഫ്രീ ആയിരിക്കണം, ചെറിയ ടൈറ്റ് പോലും വരാനായിട്ട് പാടില്ല. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, വർക്കിംഗ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. കാരണം അത് കറക്റ്റ് നമുക്ക് സർവീസ് ചെയ്യുന്ന വണ്ടികളിൽ ഇങ്ങനെ കംപ്ലയിൻറ്റേ വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് കംപ്ലയിൻറ്റ് വരാതിരിക്കാനാണ് സർവീസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെ ഇരുന്നു. ആ കൂടി തേമാനം വരാമെന്ന് പറഞ്ഞാൽ ഈ ക്ലച്ചിൻ്റെ ഈ വെയിറ്റിന് ക്ലച്ച് ഷൂ, ബ്രേക്ക് ഷൂ ഒക്കെ പോലെ തന്നെ ഒരു യൂണിറ്റാണ്, അത് മാത്രമാണ് തേമാനം വരുള്ളൂ. ബാക്കിയത്തൊക്കെ ആ യൂണിറ്റൊക്കെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, വേറെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല കേട്ടോ. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യും. പിന്നെ ഇതിനകത്ത് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റ് വർക്ക് ചെയ്യണതിൻ്റെയും ആ ക്ലച്ച് വർക്ക് ചെയ്യണതിൻ്റെ ഷൂ വർക്ക് വരയണതിൻ്റെയൊക്കെ പൊടി തന്നെയാണത്. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയേക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ചോക്കിൻ്റെ കേബിള്, ആക്സിലേറ്ററിൻ്റെ കേബിള് അതൊക്കെ ഫ്രീ ആണ്, നല്ല കേബിള് കിടക്കണേ, വലിയ പഴക്കമില്ലാത്ത കേബിളുമാണ് കേട്ടോ. വർക്കിങ്ങൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനറൊക്കെ ഉരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉള്ളൂ, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ലിങ്ക് സസ്പെൻഷനാണ് നമുക്ക് വരാം, അതും നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ട് റീസെറ്റ് ആക്കുന്നുണ്ട്. കേബിളുകളൊക്കെ ഫ്രണ്ടിലത്തെ വേറെ പറയത്തെ കംപ്ലയിൻ്റ് ഇല്ല. സ്പീഡോമീറ്റർ കേബിളൊക്കെ ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഇരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി ടെസ്റ്റും കൂടി നമ്മൾ കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട് കേട്ടോ. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.5 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല വോൾട്ട് കിട്ടുന്നുണ്ട് ബാറ്ററിയിൽ. ബാറ്ററി ചെക്കിലേക്ക് വിടുമ്പോൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ബാറ്ററി ടെസ്റ്റിൽ ഫെയിൽഡായേക്കാണ്, വോൾട്ട് ബേസിൽ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ട് ഉള്ളത് കൊണ്ട് ഹോണും ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവും, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ആംബിയർ കറക്റ്റ് ആവണം. അപ്പോൾ ഓൾറെഡി ബാറ്ററി ടെസ്റ്റിൽ ഫെയിൽഡാണ് കാണിക്കണേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഒരു പക്ഷേ ഫേസ് ചെയ്യേണ്ടി വന്നേക്കും കേട്ടോ. അപ്പോൾ അത് ഓർമ്മയിൽ വയ്ക്കുക, സെൽഫ് എടുക്കാത്തൊരു കംപ്ലയിൻറ്റ് വന്നാൽ ബാറ്ററി ആണെന്നുള്ളത് കൂട്ടാം. കാരണം കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. നമ്മളിപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ കംപ്ലയിൻറ്റ് കണ്ടത് നമ്മൾ ഇൻഫോം ചെയ്യണമെന്നുള്ളൂ കേട്ടോ. പിന്നെ ഫ്രണ്ട് നമ്മൾ എഞ്ചിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്ലഗൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് എഞ്ചിൻ്റെ ഫയറിങ് പൊസിഷനിൽ നടക്കുന്നത്. കാരണം ഞാൻ കാര്യമായിട്ടുള്ള കരിയോ കാര്യങ്ങളൊന്നും പ്ലഗിലില്ല. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഒരു സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്, അത് അത്യാവശ്യം മോശമായിട്ടുണ്ട്. അത് ഏകദേശം നമുക്കൊരു 50 രൂപ ആ റേഞ്ചൊക്കെയാണ്, നമുക്ക് 50 രൂപ താഴെ നമുക്കതിന് കോസ്റ്റ് വന്നുള്ളൂ. അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ 1200 കിലോമീറ്ററോളം ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും നമുക്ക് തൽക്കാലം അങ്ങനെ മതി, അത്യാവശ്യം ലെവലൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ സ്റ്റിക്കിൻ്റെ ഇവിടെ വന്നാൽ ലെവൽ അറിയുന്നൊരു യൂണിറ്റ് അത് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഈ സ്റ്റിക്ക് ഐറ്റം ഉണ്ടോയെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് മാറ്റിയിടാം. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ഓയിൽ ലെവൽ കറക്റ്റ് ചെക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ആ അടിയിലേക്കുള്ള ഭാഗമാണ് പോയേക്കണേ, ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ടേക്കാം കേട്ടോ. അപ്പോൾ നിലവിൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ ഉള്ളൂ, വേറെ പറയത്തക്ക. ഇപ്പോൾ ആ ഓയിൽ സ്റ്റിക്കും ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാത്രമാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കിയതൊക്കെ നമുക്ക് സർവീസിനകത്ത് വന്നേക്കണ വർക്കുകളാണ്, ഫുള്ള് ഗ്രീസിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളതാണ്. അപ്പോൾ സർവീസിൻ്റെ ചാർജ് മാത്രമാണ് നമുക്ക് വരുള്ളൂ. പിന്നെ 2 പാർട്സ് എടുക്കുന്ന പാർട്സിൻ്റെ എമൗണ്ടും വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടാൽ കേട്ടോ. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം നമുക്കൊരു 1 മണിക്കുള്ളിൽ എടുക്കാവുന്ന രീതിയിൽ സെറ്റാക്കുന്നുണ്ട് കേട്ടോ.